നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും ഒരു ഗൈഡിങ് സ്റ്റേറ്റ്മെൻറ്റ്, നത്തിങ് ഫെയിൽസ് ലൈക്ക് സക്സസ്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഗൈഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. വിജയത്തെ പോലെ പരാജയപ്പെടാൻ എളുപ്പമായ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സംഗതി കേൾക്കുമ്പോൾ രസം തോന്നും, കുറച്ചൊരു ഫണ്ണി ആയിട്ട് തോന്നും, പക്ഷേ വളരെ കറക്റ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിജയങ്ങൾ മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. വിജയങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ പരാജയങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതാണ്. വിജയിച്ച ഒരാൾക്ക്, വിജയിച്ച ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ പരാജയപ്പെടാൻ പറ്റുകയുള്ളൂ. വിജയിച്ച് നിൽക്കുമ്പോൾ ആ പരാജയം വളരെ എളുപ്പമാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് 100% മാർക്ക് വാങ്ങി പാസ്സായിക്കൊണ്ടിരിക്കുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് എക്സ്പെക്റ്റേഷൻസിന് വിരുദ്ധമായിട്ട് പ്ലെയിൻ 1 മാർക്കിന് 99 വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമായിട്ട് മാറും. അതൊരു പരാജയമായിട്ട് കണക്കാക്കും. അയാൾക്കും ചുറ്റുമുള്ളവർക്കൊക്കെ അത് പരാജയമായിട്ട് തോന്നും. അതാണ് പറയുന്നത്, വളരെ എളുപ്പമാണ് പരാജയപ്പെടാൻ വിജയത്തിന് മറ്റെന്തിനേക്കാളും. നത്തിങ് ഫെയിൽസ് ലൈക്ക് സക്സസ്. ഇപ്പോൾ സ്ഥിരമായിട്ട് സെഞ്ചുറി അടിക്കുന്ന ഒരു ക്രിക്കറ്റർ, ബാറ്റ്സ്മാൻ, നമ്മൾ കളി കാണാനിരിക്കുന്നത് തന്നെ അദ്ദേഹം സെഞ്ചുറി അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അവിടെ അയാൾ ഈ പറഞ്ഞ പോലെ 99 റൺസ് എടുത്തിട്ട് 1 റണ്ണ് എടുക്കാതെ ഔട്ടായാൽ പോലും അതൊരു വലിയ പരാജയമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ എളുപ്പമാണ് പരാജയപ്പെടാൻ വിജയങ്ങൾക്ക് മുകളിൽ നിന്ന്. അത് വ്യക്തിയുടെ കാര്യത്തിലായാലും പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഇത് ശരിയാണ്. ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, ആദ്യമായിട്ട് ഇതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. പ്രത്യേകിച്ച് അയാളൊരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റാണ്, ക്ലാസി റെസ്റ്റോറൻ്റാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ടൗണിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ്. ഏറ്റവും നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് എല്ലാ ഡീറ്റെയിലും അത് പെർഫെക്റ്റാണ്. അതായത് അതിൻ്റെ ക്ലീൻനെസ്സിൻ്റെ കാര്യത്തിൽ, ഹൈജീനിൻ്റെ കാര്യത്തിൽ, എസ്തറ്റിക്സിൻ്റെ കാര്യത്തിൽ, ഫുഡിൻ്റെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അവരെന്നും പോസ്റ്റ് ചെയ്യുന്നത് ഒറ്റ കസ്റ്റമർ പോലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് കൊടുക്കാതെ പോകില്ല എന്നുള്ളതാണ്. ഇന്നേ വരെ ഒറ്റ ബില്ല് പോലും മിസ്സായിട്ടില്ലെന്നുള്ളതാണ്. ഏത് സ്ഥാപനത്തിലും ഒരു തരത്തിലുള്ള മിസ്സിങ്സ് വരാറുണ്ട്, അത് മനഃപൂർവ്വമല്ലാതെയായിട്ട്. ഇത് ഒരു കാരണവശാലും, ഇനി അഥവാ മിസ്സായാൽ പോലും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥയാണെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക് റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ സൗകര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആ സ്ഥാപനം കുറേ കഴിയുമ്പോൾ അദ്ദേഹം പ്രായമായപ്പോൾ അദ്ദേഹം മക്കളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. മക്കളത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു, വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. വേണമെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ട് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഒരു എമിറേറ്റസ് ആയിട്ട് മാറി അദ്ദേഹം. പക്ഷേ ഞാൻ നോക്കുമ്പോഴൊക്കെ ഇദ്ദേഹം സ്ഥാപനത്തിൽ ഒരു നേരമെങ്കിലും വരും, കാലത്തോ വൈകിട്ടും. വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളൊന്നും ഇടപെട്ട് മക്കളെ അലോസരപ്പെടുത്താനൊന്നും പോകില്ല. അദ്ദേഹം ആകെ ചെയ്യുന്നത് അദ്ദേഹം അവിടുത്തെ ഹൈജീനിലും ക്ലെൻലിനെസ്സിലും അതിൻ്റെ ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ എസ്തറ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റിലും ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ടോയ്ലറ്റിലോ അതല്ലെങ്കിൽ ഫ്രണ്ടേജിലൊക്കെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഒരിക്കൽ ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം ഫ്രണ്ടിലെ ഷോ ഗ്ലാസ് ഒരു സ്പ്രേയർ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി, കുറച്ച് ഓവറായിട്ട് തോന്നി. അപ്പോൾ അവിടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ക്ലീനിങ് ബോയ്സ് ഉണ്ട്, നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ പോലെ. അവർ ചെയ്യുന്നതല്ലേ, നിങ്ങളിത് ചെയ്യാനുള്ളത്, ഒരു പ്രത്യേകം കാണാനില്ലല്ലോ. അപ്പോൾ അതേപോലെ അതാണ് പ്രശ്നം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് വരുന്നത് 100% എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത്. എക്സ്പെക്റ്റേഷൻ ഫുഡിൻ്റെ ക്വാളിറ്റി ആകാം, അതിൽ ഇവിടുത്തെ വൃത്തിയാകാം, അതല്ലെങ്കിൽ ഹൈജീൻ ആകാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ആകാം, എന്തുമാകട്ടെ 100% എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത്. അതിൽ ചെറിയൊരു ഡീവിയേഷൻ വന്നാൽ പോലും അത് അവരെ ഹേർട്ട് ചെയ്യും. ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ലൂസ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ടോപ്പ് അച്ചീവ്മെൻറ്റിലാണ്. മാക്സിമൽ കസ്റ്റമേഴ്സ്, ഇനി ഒരു കസ്റ്റമർ പോലും കൂടാനില്ല എനിക്ക്. അവിടെ ഒരു കസ്റ്റമർ കുറഞ്ഞാൽ പോലും എനിക്ക് ബാധിക്കുന്നത്. അങ്ങനെ പോകുന്നു, സൈലൻ്റായിട്ടാണ് പോവുക, ഒന്നും പറയാതെയാണ് പോവുക. എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം. കെയർഫുൾ ആവേണ്ട സമയമാണിപ്പോൾ. നിങ്ങൾ ഗ്രോയിങ് സ്റ്റേജിലുള്ളതിനേക്കാൾ കെയർഫുൾ ആവണം വെൻ യു ആർ സക്സസ്ഫുൾ ആൻഡ് സ്റ്റാൻഡിങ് ഓൺ പീക്ക് ഓഫ് സക്സസ്. ആദ്യമായിട്ട് ഞാനത് കേൾക്കുന്ന അദ്ദേഹത്തിൽ നിന്നാണ്. നത്തിങ് ഫെയിൽസ് ലൈക്ക് സക്സസ് എന്ന് പറയുന്ന ആ ഒരു പറച്ചിൽ വളരെ കറക്റ്റാണ്. കാരണം വെൻ യു ആർ സക്സസ്ഫുൾ, വാട്ട് ഹാപ്പൻസ് ഇസ് യു വിൽ ബി ഇൻ ദ ലൈം ലൈറ്റ്. വെൻ യു ആർ ഇൻ ലൈം ലൈറ്റ് യു വിൽ ബി സബ്ജക്ട് ടു റൂത്ത്ലെസ് സ്ക്രൂട്ടിനി ഫ്രം അറൗണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ശ്രദ്ധിക്കപ്പെടുകയും അത് നിങ്ങളുടെ ഒരു പരാജയം, ഒരു വീക്ക്നെസ് ആയിട്ട് പരാജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. ദാറ്റ് വിൽ എഫക്റ്റ് യു. അത് നമ്മളെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആയാലും വ്യക്തികളായാലും പ്രസ്ഥാനങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണുന്നത് പലപ്പോഴും വലിയ വലിയ സംരംഭങ്ങൾ കെട്ടിപ്പൊക്കിയ ആളുകൾ കുറേ കഴിയുമ്പോൾ ഒന്ന് കാഷ്വൽ ആവും, ഒന്ന് കെയർഫ്രീ ആവും. കാരണം അവർക്ക് ആ
ആ ഒരു ടേക്ക് ഫോർ ഗ്രാൻഡഡ് അവസ്ഥ വരും. എല്ലാം സക്സസ്ഫുൾ ആണ്, ഇനി ഒന്നും നോക്കാനില്ല, എല്ലാം ഭംഗിയായിട്ട് നടന്നോളുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയിൽ, ഒന്നിലും ശ്രദ്ധിക്കാത്തൊരവസ്ഥയിൽ നിങ്ങൾ കെയർ ഫ്രീ ആകുമ്പോൾ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അവിടെയാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഡിസാസ്ട്രസ് ആയിട്ട് രജനീപാതമല വന്നു വരുന്നത്. നത്തിങ് ഫീൽസ് ലൈക്ക് സക്സസ് എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. എവിടെയാണെങ്കിലും ഏറ്റവും സക്സസ്ഫുൾ ആയി നിൽക്കുമ്പോൾ, ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പരാജയം ചാടിക്കയറി വരുന്നത്. അത് ഉയരം കൂടും തോറും പതനത്തിൻ്റെ ഒരു തീവ്രതയും സാധ്യതയും കൂടുമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥം. നത്തിങ് ഫീൽസ് ലൈക്ക് സക്സസ്.